ഹായ് എവരി വൺ, മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ഉച്ചഭക്ഷണ വീഡിയോ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് ചോറും കറികളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ നമ്മളൊരു ഫിഷ് കറിയും തോരനും ഫിഷ് ഫ്രൈ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നുള്ള ഒരു സാധാരണ ദിവസത്തെ ഒരു ഉച്ചഭക്ഷണ വീഡിയോ. ആദ്യം നമുക്ക് ഫിഷ് വറക്കാനുള്ളതൊന്ന് കായം പുരട്ടി വയ്ക്കാം. കായം പുരട്ടുക എന്തുകൊണ്ടാണ് ഈ ഫിഷിന് മസാല പറ്റുന്നതിൽ കായം പുരട്ടുക എന്നുള്ളത് യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഞാൻ കേട്ട് വളർന്നിട്ടുള്ളത് അച്ചമ്മയൊക്കെ ഉള്ള കാലം തൊട്ടിട്ട് കായം പുരട്ടി വയ്ക്കാം, മീനിൽ കായം പുരട്ടി വെച്ചോ അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. സത്യത്തിൽ ഇതിൽ കായം ഉപയോഗിക്കുന്നേ ഇല്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പ്രയോഗം വന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, ചെറുനാരങ്ങ നീരും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ആ മീനിലേക്ക് പുരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും. ഇനി ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് എടുക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മീൻ കറി വെക്കാം. ഇത് കുന്നംകുളം, തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ആ സൈഡാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ ഞാൻ ചെറുപ്പം തൊട്ടിട്ടേ കണ്ട് വളർന്നിട്ടുള്ളതും രുചിച്ചു വളർന്നിട്ടുള്ളതുമായിട്ടുള്ളത് ഈ ഒരു രീതിയിൽ മീൻകറി വെക്കുന്നതാണ്. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തം വേണം എന്നൊക്കെ തോന്നുമ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ടോ ഒക്കെ മാറ്റി പരീക്ഷിച്ച് നോക്കാറുണ്ട്. പക്ഷെ സാധാരണ ഇങ്ങനെയാണ് മീൻ കറി വെക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല. ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്, തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഞെരടിയെടുക്കും. കൈ വെച്ചൊന്ന് നന്നായി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർക്കും. കുടംപുളിയാണ് ചേർക്കുന്നത് എങ്കിൽ കുടംപുളി നന്നായി കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചത് ആ വെള്ളത്തോട് കൂടിയിട്ട് ചേർക്കുകയാണ് ചെയ്യുക. മാങ്ങയാണെങ്കിൽ അരിഞ്ഞ് വെച്ചതുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. മാങ്ങ, ഇരുമ്പം പുളി അങ്ങനെയുള്ളതൊക്കെയും പുളിക്ക് വേണ്ടി ചേർക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ചില മീനുകളിൽ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ്. ഞാൻ സാധാരണ വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി ഇടാറില്ല. അത് പലർക്കും പല ടേസ്റ്റാണ്. നമുക്കിഷ്ടമുള്ള രീതിയിലല്ലേ നമ്മൾ വെക്കുക. ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായി ഇനി തിളപ്പിക്കും. നന്നായി ഒന്ന് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് മാത്രമാണ് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഈ ഇതിലത്തെ എല്ലാ മസാലാസും ഇറങ്ങി അതിൻ്റെ ടേസ്റ്റൊക്കെ എല്ലാം ചാറിലേക്ക് പിടിച്ചിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായി വീണ്ടും തിളപ്പിക്കും. ആ സമയത്ത് ഇനി നമുക്ക് നാളികേരം അരച്ച് ചേർക്കുക ചെയ്യുക. അപ്പോൾ അതിന് നാളികേരം ചിരകിയെടുത്തതും പെരിഞ്ചീരകവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ച് അതിലേക്ക് ചേർക്കും. ചില സമയത്ത് നാളികേരപ്പാലും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടായിട്ട് ആദ്യം രണ്ടാം പാൽ ഒഴിക്കും, അവസാനം ഇറക്കാറാവുന്ന സമയത്ത് ഒന്നാം പാലും കൂടി ചേർത്തിട്ട് ഇറക്കി വയ്ക്കുക ചെയ്യുക. പിന്നെ ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ച് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ മീൻകറി സെറ്റാവും. ഇനി നമ്മൾ തോരന് വേണ്ടിയിട്ട് ക്യാബേജാണ് ഉണ്ടാക്കുന്നത്. ക്യാബേജ് ഈ രീതിയിൽ വെക്കുന്നത് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. എൻ്റെ വീട്ടിൽ വേറെ രീതിയിലാണ് വെച്ചിരുന്നത്. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ക്യാബേജ് വെക്കാറ്. അപ്പോൾ അതിന് ക്യാബേജ് നന്നായി പൊടിയായി അരിഞ്ഞെടുത്തത്, സവോള, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, നാളികേരം, അതുപോലെ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ചേർത്ത് കുറച്ച് സമയം വെക്കും. എന്നിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഈ ക്യാബേജ് നമ്മൾ ചേർത്ത് വെച്ചതുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കുക. അത്രയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഫിഷ് ഫ്രൈ ഒക്കെ റെഡിയായി നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് ചോറുണ്ട്, ഫിഷ് ഫ്രൈയും അതുപോലെ ക്യാബേജ് തോരനും മീൻ കറിയും ആണുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്.